വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട DGMOയുടെ നിർണായക യോഗം ഇന്നാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് യോഗത്തിൽ പങ്കെടുക്കും. വെടിനിർത്തൽ ലംഘിച്ചതിൽ ശക്തമായ താക്കീത് പാകിസ്ഥാന് നൽകും എന്നതാണ് പറയാനുള്ള വിഷയം. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാവിലെ റഷീദ്, സമാധാനപൂർണമായ അന്തരീക്ഷത്തിലേക്ക് അതിർത്തി കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതും ഏറ്റവും പെട്ടെന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച വാർത്ത അതായിരുന്നു. അവിടുത്തെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുന്നു. ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ജനതയ്ക്ക് കഴിയുന്നു. പലരും വീടുകളിലേക്കൊക്കെ മടങ്ങി തുടങ്ങി. ഇന്നലെ രാത്രി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ രാത്രിയായിരുന്നു. പൊതുവെ ശാന്തമായിരുന്നല്ലോ അതിർത്തി. അന്ന 3 നിർണായകമായിട്ടുള്ള രാവുകൾക്ക് ശേഷം സമാധാന അന്തരീക്ഷത്തിലാണ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ അതിർത്തി സംസ്ഥാനങ്ങളും ഉണർന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ ആളുകളൊക്കെ തന്നെയും സജീവമായി നഗരപ്രദേശങ്ങളിലേക്കും അവരുടേതായിട്ടുള്ള ജോലികളിലേക്കൊക്കെ തന്നെയും പ്രവേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളും, അതായത് വലിയ പ്രശ്നബാധിത പ്രശ്നങ്ങളായിരുന്ന അമൃത്സറിലെയും അതോടൊപ്പം പഞ്ചാബിലെയും മറ്റു സംസ്ഥാനങ്ങളിലുള്ള മേഖലകളിലൊക്കെ തന്നെയും ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളത്. ഇതേവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. എങ്കിലും അതിർത്തി മേഖലകളിൽ ഇപ്പോഴും സൈന്യത്തിൻ്റെയും മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയും നിലനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാരും അതാത് മേഖലകളിലുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിൽ തന്നെയാണ് പോകുന്നത്. എന്തായാലും സമാധാന അന്തരീക്ഷത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള DGMO തലത്തിലുള്ള യോഗം അത് ഇന്ന് നടക്കുകയാണ്. ഇന്ന് 12 മണിക്കാണ് യോഗം നടക്കുന്നത്. ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ യോഗത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം യോഗത്തിൽ നേരത്തെ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുകയും പിന്നീട് ഒരു 4 മണിക്കൂറിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടാവുകയും ചെയ്തു. ഇതിൽ ഒരു കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദീകരണം നേരത്തെ ഇന്ത്യ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇത് നൽകാൻ പാകിസ്ഥാൻ ഈ സമയം വരെയും തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും യോഗത്തിൽ ആരായുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു പ്രതികരണം എന്താണ് എന്നുള്ളത് കൃത്യമായി പാകിസ്ഥാൻ്റെ DGMOയെ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റു മേഖലകളിലേക്ക്, അതായത് അതിർത്തി മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള സേനാ വിന്യാസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന നയതന്ത്രപരമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇളവ് വരുത്തേണ്ടതെന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടായേക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ വെടിനിർത്തൽ കരാറും അതോടൊപ്പം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ഈ പാകിസ്ഥാൻ എന്ന് നിർത്തുന്നു അന്ന് മാത്രമേ ഈ നയതന്ത്ര ചർച്ചകളിൽ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ കടക്കൂ എന്നുള്ള ചില സൂചനകളും ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അതേ നിലപാടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും മറ്റു ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരരെ ഇന്ത്യക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ DGMOയുടെ ചർച്ചയിൽ സജീവമാക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. അത്തരത്തിൽ നിർണായകമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് അല്ലെങ്കിൽ ഒരു യോഗം തന്നെയാണ് ഇന്ന് 12 മണിക്ക് നടക്കുന്നത്. എന്തായാലും സുപ്രധാനമായിട്ടുള്ള യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും DGMOമാർ പങ്കെടുക്കുകയും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാർ മാത്രമാണോ ഈ ഒരു
ചർച്ചയിൽ ഉണ്ടാകുക എന്നുള്ളതും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് നേരത്തെ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് സജീവമാണ് എന്നുള്ള അല്ലെങ്കിൽ സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്ത്യൻ DGMOക്ക് വരികയും പിന്നീട് ഇന്ത്യ സന്നദ്ധ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ളൊരു പ്രഹരം പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് നടക്കുന്ന യോഗത്തിൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ മണിക്കൂറുകൾ വരെ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഈ ചർച്ചയ്ക്ക് സജീവമായി തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് പാകിസ്ഥാൻ വൃത്തങ്ങളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു പ്രത്യാഘാതം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായി വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 12 മണിക്കാണ് യോഗം നടക്കുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള യോഗമാണ്. അതിർത്തി മേഖലകളിലെ ഒരു ശാന്തത പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗം തന്നെയായിരിക്കും 12 മണിക്ക് ചേരുക. രാജ്യം ഉറ്റുനോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് തന്നെയാണ് യോഗത്തിന് ശേഷം എന്തൊക്കെയാണ് യോഗത്തിൽ നിർണായകമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതെന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നതിലും നിലവിൽ സൈനിക ഓപ്പറേഷനുകളും കലാപം നിയന്ത്രിക്കലും സമാധാനം പുനഃസ്ഥാപിക്കലും അടക്കം ഉത്തരവാദിത്തങ്ങളിലുള്ള പദവിയിലുള്ളവരാണ് DGMOമാർ. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ചർച്ച വേണമെന്നും ഈ പ്രശ്നം പരിഹരിക്കണമെന്നും അവസാനിപ്പിക്കണമെന്ന വെടിനിർത്തൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് അവരാണ്. ഇന്നലെ പ്രതിരോധ സേന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർക്ക് കൃത്യമായ പ്രതിഷേധമുണ്ട്. രാജ്യത്തിന് കൃത്യമായ പ്രതിഷേധമുണ്ട്. വെടിനിർത്തൽ കരാറിന് ശേഷവും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിൽ, പ്രതിസന്ധി വീണ്ടും സൃഷ്ടിച്ചതിൽ, രൂക്ഷമാക്കിയതിൽ, ആശങ്ക പടർത്തിയതിൽ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ താഴേക്കെത്താനുള്ള സമയപരിമിതി അല്ലെങ്കിൽ അതിന് സമയമെടുക്കുമെന്നൊരു കാരണം കൊണ്ടാകാം അത് സംഭവിച്ചത് എന്നൊരു വിലയിരുത്തൽ ഉണ്ട് സേനയ്ക്ക്. എങ്കിൽ കൂടെ ഇന്ന് DGMO തലത്തിൽ ആ പ്രതിഷേധം അറിയിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുൻപ് ഉണ്ടായപ്പോഴൊക്കെയും പാകിസ്ഥാൻ ഇതേ നിലപാട്, വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന അവസ്ഥ 5 or 6 തവണ ഉണ്ടായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും സോവിയറ്റ് യൂണിയനും ഒക്കെ മധ്യസ്ഥത നിന്ന ഘട്ടത്തിൽ പോലും അവരെ കൂടി ഇരുട്ടിലാക്കുന്ന പോലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എന്നത് മുൻനിർത്തി തീർച്ചയായും ഈ വിഷയം ഉന്നയിക്കുകയാണല്ലോ DGMO തലത്തിൽ ഉണ്ടാകുന്ന ചർച്ചയിൽ ഉണ്ടാവുക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിരവധി തവണ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള കരാറുകൾ ലംഘിച്ചുകൊണ്ട് നിരവധി തവണ ജമ്മു കാശ്മീരിൻ്റെയും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലേക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടിച്ചുകയറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള തിരിച്ചടി പല സമയങ്ങളിലും ഇന്ത്യ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയായിരുന്നു ഇരു രാജ്യങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നു പോയിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു താക്കീത് നൽകാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇന്ത്യൻ സേന കടക്കുന്നത്. പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു താക്കീത് പാകിസ്ഥാൻ്റെ DGMOക്ക് നൽകുകയും ചെയ്തു. കാരണം എന്താ, കഴിഞ്ഞ ദിവസമുണ്ടായിട്ടുള്ള ഈ ഷെല്ലാക്രമണവും അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നേരത്തെ തന്നെ ഇന്ത്യ തേടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയും നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുപാട് തവണ ചോദിച്ചെങ്കിൽ പോലും അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് പാകിസ്ഥാൻ സർക്കാരോ അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങളോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് DGMOമാരുടെ യോഗം നടക്കുകയും ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയായിരിക്കും യോഗത്തിലെ നിലപാടുകളുമായി ഇന്ത്യ മുന്നോട്ട് പോവുക. നേരത്തെ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ വെടിനിർത്തൽ കരാർ നീണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച നടന്നില്ല അല്ലെങ്കിൽ കർശനമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് സേനാ വിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് അവർ പോകുന്നത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാൻ്റെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് 9 ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടി നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി വ്യോമ താവളങ്ങൾ തകർക്കാനായിട്ടുണ്ട്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ DGMOയുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇന്ന് നടക്കുന്ന യോഗം ഏറെ നിർണായകമാണ്. ഇരു
ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം അതിർത്തി മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ളൊരു സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾക്കും ഉദ്യോഗസ്ഥരും നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ വിവിധ മേഖലകളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജാഗ്രത തുടരണമെന്ന ഒരു നിർദ്ദേശം എല്ലാ അതിർത്തി ഗ്രാമങ്ങളിൽ പൊതുവെ ശാന്തമാണ് സ്ഥിതി കഴിഞ്ഞ 2 രാത്രികളിൽ. പക്ഷേ ജമ്മു കാശ്മീരിലെ ചിലയിടങ്ങളിൽ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈന്യം ശക്തമായ തിരിച്ചടി കൊടുത്തു എന്നുമാണ് വിവരം. വെടിനിർത്തൽ ഉണ്ടായെങ്കിലും അനിശ്ചിതത്വം തുടരുന്നുണ്ട് അതിർത്തികളിൽ. പാക് നടപടികൾ ഇന്ത്യ ഇപ്പോഴും ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നു. അതാണല്ലോ സാഹചര്യം. അന്ന തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇടപെടൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പിന്നീട് കടന്നത്. എന്തായാലും സംയുക്ത സേനയുടെ നിരീക്ഷണം കൃത്യമായി തന്നെ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. കറാച്ചി കേന്ദ്രീകരിച്ച് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്തായാലും ആ മേഖലയിൽ നിന്നും യുദ്ധ കപ്പലുകളൊന്നും തന്നെ പുറകോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം അതിർത്തി പ്രദേശങ്ങളിലുള്ള BSFിൻ്റെയും CISFിൻ്റെയും മറ്റു സേനാ വിഭാഗങ്ങളുടെ ഒക്കെ തന്നെയും ഉദ്യോഗസ്ഥർ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പുലർത്തണമെന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം റഡാർ സംവിധാനങ്ങളും ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ നിരീക്ഷണങ്ങളും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കർശനമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ജാഗ്രതയും അതുപോലെ തന്നെ പുലർത്തണമെന്ന കാര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. സ്കൂളുകളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇന്നും തുറന്ന് പ്രവർത്തിക്കില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രാത്രി സമയങ്ങളിൽ ആളുകൾ ആവശ്യഘട്ടങ്ങളിലല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ കഴിയണമെന്ന ആ ഒരു ജാഗ്രത ഇപ്പോഴും പുലരുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് സേനാ വിഭാഗങ്ങളും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ചും അതിർത്തി മേഖലകൾ, അതായത് അഖ്നൂർ, പൂഞ്ച്, ഉറി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ഷെല്ലാക്രമണമൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്താൻ സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും കൃത്യമായി കഴിഞ്ഞ ദിവസം സേനാ വിഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതേ നിമിഷം തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കാനുള്ള ഒരു സർവ്വ സ്വാതന്ത്ര്യവും സേനാ വിഭാഗങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ അതിർത്തി മേഖലകളും ഇപ്പോൾ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അമൃത്സറിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴും ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം എല്ലാ വിഭാഗങ്ങളും എല്ലാ സേനാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതേസമയം സാധാരണ ജനജീവിതം ഗതിയിലേക്ക് മാറുന്നു എന്നുള്ളതും ഏറെ ആശ്വാസകരമാണ്. അന്ന ശരി, അബ്ദുൽ റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് അതിർത്തികൾ ശാന്തമായിരിക്കുന്നു. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം അതിർത്തി രണ്ടാമത്തെ രാത്രിയാണ് ശാന്തമായി തുടരുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ആ വിധത്തിലാണ്. പഞ്ചാബിലെ പഞ്ചാബ് അതിർത്തി പ്രദേശമായ പഞ്ചാബിൽ വരുന്ന ചില ജില്ലകളിലുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് ഇന്നും കൂടി അവധി കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളും കുട്ടികളുമൊക്കെ സാധാരണ നിലയിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് അവിടുത്തെ മനുഷ്യർ കടക്കാൻ തുടങ്ങുന്നു. പല ആളുകളും വീട്ടിലേക്ക് മടങ്ങി തുടങ്ങി എന്നതൊക്കെയാണ് അവിടുന്ന് സമാധാനപരമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. DGMO തലത്തിലുള്ള ചർച്ചകൾ ഇന്ന് നടക്കുകയാണ്. കരാർ ലംഘിച്ചതിനുള്ള അമർഷം തീർച്ചയായും ഇന്ത്യക്കുണ്ട്. അതവർ ഉന്നയിക്കുകയും ചെയ്യും. ഇനി പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാജ്യത്തെ സൈന്യത്തിനുണ്ട്. ആ വിധത്തിൽ തന്നെ തിരിച്ചടിക്കും, പ്രത്യാക്രമണം നടത്തും എന്നത് തന്നെയാണ് പാകിസ്ഥാന് കൊടുക്കുന്ന മുന്നറിയിപ്പ്. റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.